സൂം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് ചോദിച്ചാല്, എ ബോക്സ് കണ്ടെയ്നിങ് 5 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. One of the bag is selected and a ball is drawn from it. Find the probability that it is a red ball. അതായത് രണ്ട് ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ബോക്സിൽ 5 റെഡും 4 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. ദെൻ സെക്കൻഡില് 3 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. അതിൽ ഏതെങ്കിലും വൺ ബോക്സ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, ഒരു ബാഗ് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ബാഗിൽ നിന്ന് ഒരു ബോള് പിക്ക് ചെയ്തു. ആ പിക്ക് ചെയ്ത ബോള് റെഡ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് കാണേണ്ടത്. നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇതില് എ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ബാഗ് ഈസ് സെലക്റ്റഡ്. ഓക്കെ, എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എ ഈക്വൽ ടു ഫസ്റ്റ് ബാഗ് സെലക്റ്റഡ് എന്ന് എടുക്കുക. ബി ഈക്വൽ ടു സെക്കൻഡ് ബാഗ് സെലക്റ്റഡ്. ദെൻ സി ഈക്വൽ ടു നമുക്ക് പ്രോബബിലിറ്റി കാണാനുള്ളത് എന്താണോ അത്, അതായത് റെഡ് ബോൾ ഈസ് ഡ്രോൺ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് പ്രോബബിലിറ്റി ആണ് ഈ കേസിലുള്ളത്. അതായത് ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തു, ദെൻ റെഡ് ബോൾ പിക്ക് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്തു, റെഡ് ബോൾ പിക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ രണ്ട് പ്രോബബിലിറ്റി ആണ് ഉള്ളത് നമുക്ക്. അപ്പൊ നമ്മൾ രണ്ട് പ്രോബബിലിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, അതായത് ഒന്നെങ്കിൽ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തു, ദെൻ റെഡ് ബോള് പിക്ക് ചെയ്തു. അതായത് ഫസ്റ്റ് എ എന്ന ഇവന്റ് നടന്നു, ദെൻ സി നടന്നു. അല്ലെങ്കിൽ ബി എന്ന ഇവന്റ് ഒക്കർ ചെയ്തു, ദെൻ സി ഒക്കർ ചെയ്തു. അങ്ങനെ രണ്ട് പ്രോബബിലിറ്റി ആണ് ഉള്ളത്. അപ്പൊ രണ്ട് പ്രോബബിലിറ്റിനെയും കൺസിഡർ ചെയ്ത് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതാം, നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ എയും സിയും അറ്റ് എ ടൈം ഒക്കർ ചെയ്യണം. അതായത് എന്താണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ്, അല്ലെങ്കിൽ എന്താണ്, ബിയും സിയും അറ്റ് എ ടൈം ഒക്കർ ചെയ്യണം. ദാറ്റ് മീൻസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, ദെൻ നമുക്കറിയാം ഇന്റർസെക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. അതായത് നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് എ ഇന്റർസെക്ഷൻ സി നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ അല്ലേ. എന്ത് ചെയ്താ, പി ഓഫ് എ ഇന്റർസെക്ഷൻ സി നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ
സിമിലർലി നമുക്ക് പി ഓഫ് പി ഇന്റർസെക്ഷൻ സീൻ എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ഗിവൺ ബി. അപ്പോൾ ദെൻ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫസ്റ്റ് ബാഗ്, ആകെ 2 ബാഗാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാഗ്, 2 ബാഗിൽ ഒരു ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. അതായത് ടോട്ടലി 2 ബാഗാണ് ഉള്ളത്, 2 ബാഗാണ് ഉള്ളത്. അതിൽ 1 സെലക്ട് ചെയ്യാനുള്ളതാണ്, 1 സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 ആണ് പ്രോബിലിറ്റി വരിക. ഓക്കെ. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ബാഗിൽ 3 റെഡ്, ഫസ്റ്റ് ബാഗ് കണ്ടെയ്നിങ് 5 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ് ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ ആ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട്? 5 റെഡും 4 ബ്ലാക്കും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 ബോൾസ് ആണ് ഫസ്റ്റ് ബാഗിലുള്ളത്. അതില് നമ്മൾ പിക്ക് ചെയ്യുന്ന ബോള് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? നമുക്കറിയാം അതിലാകെ 5 റെഡ് ബോൾ ആണ് ഉള്ളത്. ദെൻ 4 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പോൾ 5 റെഡും 4 ബ്ലാക്കും കൂടിയിട്ട് നമുക്ക് 9 ബോൾസ് ആണുള്ളത്. അപ്പോൾ പി ഓഫ് സി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ്? 5/9 ആണ്. മനസ്സിലായല്ലോ? പ്ലസ് പി ഓഫ് ബി എന്താ? പി ഓഫ് ബി പറഞ്ഞാല് സെക്കൻഡ് ബാഗ് ഈസ് സെലക്ടഡ്. അതായത് 2 ബാഗിലുള്ളതിൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി സിമിലർലി പി ഓഫ് എ പറഞ്ഞതുപോലെ തന്നെ പി ഓഫ് ബി എന്താണ്? 1/2 ആണ്. ഇൻറ്റു പി ഓഫ് സി ഗിവൺ ബി, അതായത് ബി എന്ന ബാഗ് സെലക്ട് ചെയ്താൽ അതിന് നമ്മൾ ടിക്ക് ചെയ്യുന്ന ബോള് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെക്കൻഡ് ബാഗിൽ 3 റെഡും 6 ബ്ലാക്കും ആണുള്ളത്. അപ്പോൾ അത് 3 റെഡിലും 6 ബ്ലാക്കിലും റെഡ് പിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി പറയുമ്പോൾ റെഡ് ബോൾസ് എത്രയുള്ളത്? 3. അപ്പൊ 3/, ടോട്ടൽ ബോൾസ് എത്ര? 3 + 6 9. മനസ്സിലാവല്ലോ? സോ നമുക്ക് എന്ത് എഴുതാം? 1/2 ഇൻറ്റു 5/9 എത്രയാ? 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 9 18, പ്ലസ് 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 9 എത്രയാണ്? 18. അപ്പോൾ അതെന്താ? 2 ടേമിലും എന്താണ്? 18 ഡിനോമിനേറ്റർ കോമൺ ആണ്. സോ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? കോമൺ ആയിട്ട് 5 + 3 ഡിവൈഡഡ് ബൈ 18 എഴുതാം അല്ലെ? അപ്പൊ 5 + 3 എന്താണ്? 8. 8/18. 8/18 നമുക്ക് 2ന്റെ കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും? എന്താ? അപ്പൊ 2 ഇൻറ്റു 4 ആണ് 8, 2 ഇൻറ്റു 9 ആണ് എന്ത്? 18. അപ്പൊ നമുക്ക് 8/18 4/9 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗ് സെലക്ടഡ് എന്ന് എടുത്തു. ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബാഗ് സെലക്ടഡ് എന്ന് എടുത്തു. സി എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ഈസ് ഡ്രോൺ എന്ന് എടുത്തു. ദെൻ നമ്മൾ എന്താണ്? നമുക്ക് 2 പ്രോബബിലിറ്റീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗ് സെലക്ടഡ്, ഫസ്റ്റ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബാഗ് സെലക്ടഡ് ആൻഡ് റെഡ് ബോൾ ഈസ് ഗിവൺ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എ ഇന്റർസെക്ഷൻ സി ചെയ്തു. നെക്സ്റ്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബാഗ് സെലക്ടഡ്, ദെൻ റെഡ് ബോൾ ഈസ് ബി ഇന്റർസെക്ഷൻ. എന്താണ്? റെഡ് ബോൾ ഡ്രോൺ എന്നാണ്. ബി ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ്? സെക്കൻഡ് ബാഗ് സെലക്ടഡ് എന്നാണ്. ഓക്കെ. ദെൻ നമ്മൾ അതിനെ റിക്വേർഡ് പ്രോബിലിറ്റി ആയിട്ട് എന്ത് എഴുതി? പി ഓഫ് എ ഇന്റർസെക്ഷൻ സി
പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി എന്ന് എഴുതി. നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ സി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ ആണ്. സിമിലർലി പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി കാണാനുള്ള ഇക്വേഷൻ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ഗിവൺ ബി ആണ്. ദെൻ 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അതായത് ദെൻ പി ഓഫ് സി ഗിവൺ എ, അതായത് ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്താൽ അതിന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 5/9. 5/9 ആവാൻ കാരണം എന്താ? അതിൽ 5 റെഡും എന്താ 4 ബ്ലാക്കും ആണുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ്? 9 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 5 റെഡ് പ്ലസ് 4 ബ്ലാക്ക് ആണ് എന്തായത്? ഇവിടെ നമുക്ക് ഈ ടേമിൽ 9 ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 2 ബാഗിൽ നിന്നും സെക്കൻഡ് ബാഗ് സെലക്ടഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 1/2. ദെൻ സെക്കൻഡ് ബാഗിൽ 3 റെഡ് പ്ലസ് 6 ബ്ലാക്ക് ആണുള്ളത്. ആ 3 + 6 ആണ് ഇതിലുള്ള 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് എന്തെഴുതാം? 1/2 into 5/9 1 into 2 5 divided by 2 into 9 80 plus 1/2 into 3/9 നമ്മൾ എന്തെഴുതും? 1 into 3 divided by 1/8. ഓക്കെ, അപ്പോൾ രണ്ട് ടേമിലും എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ നമുക്ക് ഒറ്റ ടേമിൽ എഴുതാം. നമുക്ക് എങ്ങനെ എഴുതും? നമ്മൾ 5 + 3 divided by all divided by 18 എഴുതാം. ഒറ്റ ടേമിൽ എഴുതാം. സോ 5 + 3 എന്ന് പറയുന്നത് എന്താണ്? 8/8 ആണ്, ഡിവൈഡഡ് ബൈ 18. അപ്പോൾ 8/18 നമ്മൾ എന്തെഴുതും? 8/18 നമ്മൾ 2 into 4, അതായത് 8 divided by 2 into 9 18. അപ്പോൾ 2/2 എന്തായി? 1 ആയി, അതായത് 1 into 4/9. ഓക്കെ, 1 into 4/9 എന്താണ്? 4/9. ഓക്കെ, then next problem. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് തിയറം പഠിക്കാനുണ്ട്. ദാറ്റ്സ് കോൾഡ് ബേസ് തിയറം. ബേസ് തിയറത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ലെറ്റ് E1, E2, etc. En is a partition of S and A is an event. അതായത് E1, E2, etc. E എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എസിന്റെ പാർട്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് എ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റും ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് ഇ ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ഇ ഐ ഇൻറ്റു പി ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ ജെ ഈക്വൽ ടു 1 to n പി ഓഫ് ഇ ഐ പി ഓഫ് ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ജെ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എ ബോക്സ് കണ്ടെയ്ൻ 5 orange and 4 apples. Another box containing 3 orange and 6 apples. One box is selected and a fruit is taken and it is found to be an apple. What is the probability that it was taken from the second bag? അപ്പൊ നമ്മൾ ഇതിന് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ്റെ ഒരു വെറൈറ്റി ഫോമാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? 2 ബാഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബാഗിൽ 5 ഓറഞ്ചും 4 ആപ്പിൾസും ആണുള്ളത്. ദെൻ സെക്കൻഡിൽ 3 ഓറഞ്ചും 6 ആപ്പിൾസും ആണുള്ളത്. ഫസ്റ്റ് ബാഗിൽ 5 ഓറഞ്ച് ആൻഡ് 4 ആപ്പിൾസ് ഉണ്ട് ഫസ്റ്റ് ബാഗിൽ. ദെൻ സെക്കൻഡ് ബാഗിൽ 3 ഓറഞ്ച് ആൻഡ് 6 ആപ്പിൾസ് ഉണ്ട്. ദെൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ 1 ബാഗ് സെലക്ട് ചെയ്ത് അതിൽ നിന്നൊരു ഫ്രൂട്ട് ടേക്ക് ചെയ്ത് ദെൻ അത് ആപ്പിൾ ആണ്, ഇറ്റ് ഫൗണ്ട് ടു ബി ആൻ ആപ്പിൾ. അതായത് ഒരു ബാഗ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്തപ്പോൾ അത് ആപ്പിൾ ആണെന്ന് കണ്ടെത്തി. ദെൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ബാഗ്?
അപ്പൊ പ്രോബിലിറ്റി ചോദിക്കണത് എന്താ ചോദിച്ചാല് ആപ്പിൾ എടുത്ത ഫ്രൂട്ട് ആപ്പിൾ ആണ് കൺഫേംഡ് ആണ്. ദെൻ ആപ്പിൾ എടുത്തത് സെക്കൻഡ് ബാഗിൽ നിന്നാവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് എ ആയിട്ട് എടുക്കേണ്ടത്, എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് എടുക്കേണ്ടത് ഗിവൺ ഇവന്റ് എന്താണെന്നുള്ളതാണ് എ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ദ ഫ്രൂട്ട് നമ്മൾ പറഞ്ഞു, ഒരു ബാഗ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്ത് ആപ്പിൾ ആണ് കൺഫേംഡ് ആയി. ആ ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? എ ആക്കി എടുക്കേണ്ടത്. അതായത് ദ ഫ്രൂട്ട് ഈസ് ആപ്പിൾ. ദെൻ E1 എന്ന് പറയുമ്പോൾ ഇവന്റ്സുകൾ ഓരോന്ന് എടുക്കേണ്ടത് സാമ്പിൾ സ്പേസിന്റെ പാർട്ടീഷൻ വന്നിട്ടുള്ള നമ്മൾ E1 E2 എക്സെട്ര എന്നുള്ള ആ സംഭവത്തിന് നമ്മൾ എടുക്കുമ്പോൾ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗ് ഈസ് സെലക്റ്റഡ്. ദെൻ E2 ആക്കിയിട്ട് നമ്മൾ എന്തെടുക്കും? സെക്കൻഡ് ബാഗ് ഈസ് സെലക്റ്റഡ്. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചത്? നമുക്ക് കിട്ടിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ആപ്പിൾ ആണ്, ഓൾറെഡി കൺഫേംഡ് ആണ്. സോ ആ ആപ്പിൾ എടുത്തത് സെക്കൻഡ് ബാഗിൽ നിന്ന് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് എ ഓൾറെഡി ഒക്കർ ചെയ്തു, ദെൻ അത് E2-ൽ നിന്നാവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? P of E2 given A. അപ്പൊ നമ്മൾ എന്ത് എഴുതും അതിനെ? P of E2 given A. അതിൽ A എന്ന് പറയുന്നത് എന്താ? ആപ്പിൾ ഫ്രൂട്ട് ഈസ് ആപ്പിൾ ആണ് എന്നുള്ളതാണ് എ എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ബാഗ് ഈസ് സെലക്റ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് കാണേണ്ടത്. കിട്ടിയ ആപ്പിൾ സെക്കൻഡ് ബാഗിൽ നിന്ന് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസ് തിയറം പറയുന്നത് എന്താണ്? P of E2 given A equal to P of E2 into P of A given E2 divided by A given E2 divided by, ഇവിടെ എത്ര ഇവന്റ്സ് E1 ഉം E2 ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം എടുക്കാം നമ്മൾ. P of E1 into P of A given E1 plus P of E2 into P of A given E2. അപ്പോൾ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാനുള്ളത് P of E2 given A എന്നാണ്. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ മുകളിൽ വരുന്ന ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് E2ന്റെ ടേംസുകളാണ് ഉണ്ടാവുക. ദെൻ ഡിനോമിനേറ്ററിൽ ഏതൊക്കെ ഇവന്റ്സ് നമുക്ക് ഉണ്ടോ അതും മൊത്തം പ്ലസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് E1ന്റെ ടേം ഉണ്ടാവും, E2ന്റെ ടേം ഉണ്ടാവും. ഇനി ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് E1 ഉം E2 മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ E3 E4 ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ E1ന്റെയും E2ന്റെയും രണ്ട് ടേംസ് ഇവിടെ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ E3ന്റെ ടേംസും ഉണ്ടാവും, E4ന്റെ ടേംസും ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ അഡിഷൻ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, then P of E2 എന്താ? P of E2 പറഞ്ഞാൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാം. സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? ആകെ രണ്ട് ബാഗേ ഉള്ളൂ. സോ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? 1/2. then P of A given E2, അതായത് A given E2 എന്ന് പറഞ്ഞാൽ E2, അതായത് സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്താൽ അതിൽ നിന്ന് ആപ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ?
നമുക്ക് സെക്കൻഡ് ബാഗിൽ എത്ര ആപ്പിളാണ് ഉള്ളത്? സെക്കൻഡ് ബാഗിൽ 3 ഓറഞ്ചും 6 ആപ്പിൾസും ആണ് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ബാഗിൽ 3 ഓറഞ്ചും 6 ആപ്പിൾസും, അതായത് അപ്പോൾ 3 + 6 ഫ്രൂട്ട്സ് ആണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ 3 + 6 എന്താണ്? 9. ഓക്കെ, സോറി, 3 ഓറഞ്ച്, സെക്കൻഡ് ബാഗിൽ 3 ഓറഞ്ചസും 6 ആപ്പിൾസും ആണ് ഉള്ളത്. 3 ഓറഞ്ചുകളാണ്, 6 ആപ്പിളും ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ആപ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആപ്പിൾ ഫ്രൂട്ട് ആപ്പിൾ ആണെന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ്? 3 അല്ല 6 ആണ്. 3 ഉള്ളത് എന്താണ്? ഓറഞ്ച് ആണ്. ഓക്കെ, പ്ലസ് പി ഓഫ് സോറി ഡിവൈഡഡ് ബൈ പി ഓഫ് E1 എന്താണ്? പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ് സെലക്റ്റഡ്, അതായത് 2 ബാഗിൽ നിന്ന് ഒരു ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2. ദെൻ പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തത് ഫസ്റ്റ് ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് ബാഗിൽ 5 ഓറഞ്ചും 4 ആപ്പിൾസും ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 4 ആപ്പിൾസ് ഡിവൈഡഡ് ബൈ 5 + 5 ഓറഞ്ച് + 4 ആപ്പിൾസ് എന്താണ്? 5 + 4 എന്താണ്? 9 ആണ്. പ്ലസ് നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതിയ അതേ ടേം തന്നെയാണ് പ്ലസ് ചെയ്തിട്ട് വരുന്നത്. അതായത് 1/2 പി ഓഫ് E2 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്ന് പറയുമ്പോൾ 6 ആപ്പിൾസും 3 ഓറഞ്ചും ആഡ് ചെയ്താൽ 9. ഓക്കെ, നമുക്ക് എന്താണുള്ളത്? പി ഓഫ് E2 given A equal to 1/2 into 6/9 divided by 1/2 into 4/9 plus 1/2 into 6/9. ഇതാണല്ലോ നമുക്കുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2ഉം ഇവിടുത്തെ 6ഉം ക്യാൻസലായി. ഇവിടെ എന്ത് വരും? 3 വരും. സോറി, സിക്സും 2ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി മുകളിൽ ഇവിടെ എന്തുണ്ടാവും? 3 ഉണ്ടാവും. ആ 3യും ഇതിലുള്ള 9ഉം ക്യാൻസൽ ആയാൽ ഇവിടെ എന്തുണ്ടാവും? 1/3 ആവും. ഓക്കെ, അപ്പോൾ 1/3 ഇൻറ്റു 1/3 ഡിവൈഡ് ബൈ ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ 2, അപ്പോൾ 2/9. ഇവിടെ 2ഉം 6ഉം പോയി. നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ ഇവിടെ 3 ആവും. 3യും 9ഉം കട്ട് ചെയ്ത് ഇവിടെ 3 ആവും ഇൻറ്റു 1/3. സോറി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അഡിഷൻ ആണ്. ഇവിടെ അഡീഷൻ ആണ്, ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് കൊടുത്തത്. സോറി. പ്ലസ് നമുക്ക് എന്ത് എഴുതാം? 1/3 divided by 2/9 plus 1/3. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 into 3 plus 9 into 1 divided by 9 into 3.
So 1/3 divided by 2 into 3 6 plus 9 എത്രയാണ് 18 divided by 9 into 3 27. Okay. നമുക്ക് 18 പറഞ്ഞാൽ എന്താണ് സോറി മുകൾക്ക് എഴുതാം 1/3 divided by 18 നമ്മൾ എന്ത് എഴുതും 2 into 9 27 നമ്മൾ എന്ത് എഴുതും 3 into 9 ക്യാൻസൽ ചെയ്ത് 9 9 ക്യാൻസൽ ചെയ്യും അപ്പം നമുക്ക് എന്ത് എഴുതാം 1/3 divided by 2/3. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നല്ലോ നോക്കിയേ നോട്ടിൽ നോക്കിയേ നമ്മൾ പി ഓഫ് 2 1/2 എന്ന് എഴുതി പി ഓഫ് എ ഗിവൺ E2 6/9 ഓക്കെ പി ഓഫ് E1 1/2 പി ഓഫ് എ ഗിവൺ E1 4/9 then P of E2 1/2 P of A given E2 6/9 okay then 1/2 into 6/9 ഈ രണ്ട് ടേമിലുള്ള എന്ത് കോമൺ ആണ് 1/2 1/2 1/9 കോമൺ ആണ് ഓക്കെ അപ്പോ then നമ്മൾ 1/2 1/9 കോമൺ ചെയ്തെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി മുകളിൽ 1/2 into 6/9 divided by ഡിനോമിനേറ്ററിൽ 1/2 into 1/9 into 4 plus ഇവിടെ ബാക്കി എന്താ ഉള്ളത് 4ഉം ഇവിടെ ഒരു 6ഉം 4 plus 6 ഓക്കെ അപ്പോൾ 1/2 1/2 ക്യാൻസലായി ഇവിടുത്തെ ഈ 1/9ഉം ക്യാൻസലായി സോ നമുക്ക് എന്ത് കിട്ടി മുകളിൽ എന്തേ ഉള്ളൂ ഇനി 6 divided by 4 plus 6 എത്രയാ 10 ഓക്കെ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി 6/10 equal to 6/10 നമുക്ക് എന്ത് എഴുതാം 2 into 3 divided by 2 into 5 2 into cancel ആയി so answer is 3/5 ഓക്കെ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി സോറി then next question കിടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയേ given 3 identical boxes each containing 2 coins in box 1 both are gold in second box both are silver and in third box one is gold and one is silver a box is selected and a coin is taken out of it it is a gold what is the probability that the other coin in the box is also gold നമ്മൾ മുകളിൽ ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ വേറൊരു ഫോമാണ് ഇവിടെ മുകളിൽ രണ്ട് ബോക്സ് ഉണ്ടായത് ഇവിടെ 3 ബോക്സസുകൾ ഉണ്ട് 3 ബോക്സസുകളിലും ഓരോ ബോക്സിലും ഫസ്റ്റത്തെ ബോക്സിൽ ഓരോ ബോക്സിലും 2 കോയിൻസ് ഉണ്ട് ഫസ്റ്റ് ബോക്സിൽ 2 കോയിനും എന്താണ് ഗോൾഡ് ആണ് സെക്കൻഡ് ബോക്സിൽ 2 കോയിനും സിൽവർ ആണ് ദെൻ തേർഡ് ബോക്സിൽ 1 is gold and other one is silver
ദെൻ അതിൽ ഒരു ബാഗ് നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത് അതിൽ നിന്നൊരു കോയിൻ ടേക്ക് ചെയ്തു. സോ ആ കോയിന് എന്തായിരുന്നു? ഗോൾഡ് ആണ്. ദെൻ ആ ഗോൾഡ് എടുത്തത് ഒരു ബോക്സിൽ നിന്ന് എന്താ ഒരു കോയിൻ എടുത്തു, അത് ഗോൾഡ് ആണ്. ദെൻ ആ ബോക്സിൽ ബാക്കിയുള്ള ഒരു കോയിനും കൂടി ഉണ്ടല്ലോ, അതും ഗോൾഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് എന്താണ്? അതായത് ആ ബോക്സിൽ രണ്ടും ഗോൾഡ് ആവാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ ചോദിച്ചാൽ എന്താണ്? രണ്ടും ഗോൾഡ് ഉള്ള ബോക്സ് ഏതാ? ആ കോയിൻ എടുത്തത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിരിച്ചും മറിച്ചും ചോദിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ എന്ന് പറയുന്നത് given ആയിട്ടുള്ള ഇവന്റ് എടുത്തു. അതായത് കോയിൻ ടേക്ക് ചെയ്ത് കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ദെൻ നമുക്ക് എന്തുണ്ട്? 3 ബോക്സുകൾ ഉണ്ട്. അപ്പൊ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിനെ സെലക്ട് ചെയ്തത്. ദെൻ E3 എന്ന് പറയുന്നത് ദെൻ നമുക്ക് ബേസ് തിയറം പ്രകാരം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഗോൾഡ് എടുത്തത് ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു കോയിൻ എടുത്തു, അത് ഗോൾഡ് ആണ്. അപ്പോൾ ആ ബോക്സിൽ ബാക്കിയുള്ള കോയിനും ഗോൾഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യന്. മുകളിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ തന്നിട്ടുണ്ട് രണ്ട് കോയിനും ഗോൾഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിലാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഗിവൺ എ ആണ്. അതായത് E1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു. ദെൻ അതിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് കോയിന് ഗോൾഡ് ആണ്. സെക്കൻഡ് കോയിനും ഗോൾഡ് ആവാനുള്ള പ്രോബിലിറ്റി എ എന്ന് പറയുന്നത് എന്താണ്? കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് ആണ് പിക്ക് ചെയ്ത കോയിൻ എന്ന് പറയുന്നത്. ദെൻ ബയസ് തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് E1 ഗിവൺ എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ, ഇവിടെ 3 ബോക്സസ് ഉണ്ട്, അപ്പൊ 3 ടേംസ് വരും. അതായത് E1ന്റെ ടേം പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 പ്ലസ് പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3. ഓക്കെ. ദെൻ നമുക്ക് എത്ര ബോക്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 3 ബോക്സ് ആണ് ഉള്ളത്. അപ്പൊ പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 3 ബോക്സസ് ഒരു ബോക്സ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1/3. ദെൻ പി ഓഫ് എ ഗിവൺ E1, അതായത് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്താൽ അതിൽ നിന്നും ഗോൾഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? 1/2. ആകെ 2 കോയിനാ ഉള്ളത്. അപ്പൊ അതിൽ ഒരു കോയിൻ എടുത്ത് പ്രോബിലിറ്റി എന്താണ്? 1/2. ആകെ 2 കോയിനല്ലേ ഉള്ളൂ.
നമ്മൾ എന്താന്ന് പറഞ്ഞിരിക്കുന്നത് then p of 2 നമ്മൾ കണക്ട് p of e1 എന്ന് പറയുന്നത് 1/3 ആണ്. p of e1 എന്ന് പറയുമ്പോൾ 1/3. p of a given e1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു രണ്ട് കോയിനിൽ ഒരു കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2. then same p of e1 1/3, p of a given e1 1/2. then p of e2 എന്ന് പറയുമ്പോൾ 3 ബോക്സിൽ നിന്ന് 1 എടുക്കാനുള്ളത് p of e3 പറയുമ്പോൾ 1/3 ആണ്. then p of a given e2 നമുക്കറിയാം e2ല് 2 സിൽവർ കോയിൻ ആണ് ഉള്ളത്. a എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻ ടൈപ്പ് ചെയ്തു എന്നുള്ള ഇവന്റ് ആണ്. സോ a given e2 എന്ന് പറയുന്നത് എന്തായിരിക്കും? e2ല് ഗോൾഡ് ഇല്ല. സോ a given e2 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. 0 പ്രോബബിലിറ്റി ആണ്. then p of e3 എന്ന് പറയുമ്പോൾ 1/3. p of a given e3 ല് 1 സിൽവർ 1 ഗോൾഡ് ആണുള്ളത്. സോ അതിൽ നിന്ന് ഗോൾഡ് പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. സോ നമുക്ക് എന്താ എഴുതാം? ഇവിടെ നോക്കിയേ, താഴെ ഇത് 0 ആയി ക്യാൻസൽ ചെയ്ത് പോയി. സോ ഈ ടേമും എന്താണ്? സെയിം ടേം ആണ്. അപ്പോ നമുക്ക് എന്തെഴുതാം? ന്യൂമറേറ്ററിൽ 1/3 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 2. 1/3 ഇൻറ്റു 1/2 ടേംസുകളാണുള്ളത്. അപ്പൊ 2 ഇൻറ്റു 1/3 ഇൻറ്റു 1/2 എന്ന് എഴുതാം. അപ്പൊ മുകളിലും 1/3 ഇൻറ്റു 1/2 ഉണ്ട്, താഴെയും 1/3 ഇൻറ്റു 1/2 ഉണ്ട്. സോ മുകളിൽ 1/3 ഇൻറ്റു 1/2, താഴെയുള്ള 1/3 ഇൻറ്റു 1/2 ക്യാൻസൽ ആയ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? മുകളിൽ 1ഉം താഴെ 2 ആണ്. സോ ബാക്കി നമുക്ക് ആൻസർ എന്താണ്? 1/2. ഓക്കെ, ആൻസർ എന്താണ്? 1/2. then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഓൺ ആൻസറിങ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എ സ്റ്റുഡന്റ് either know the answer or guesses. Let 3/4 is the probability he knows the answer and 1/4 be the probability that he guesses the answer. Assuming that a student who guesses the answer will be correct with the probability 1/4, what is the probability that the student knows the answer given that the answer is he answered correctly? ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് ചോദിച്ചാല്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനില് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റിന് ഒന്നെങ്കിൽ ആൻസർ അറിയാം, അല്ലെങ്കിൽ എന്താവും? ഗസ് ചെയ്യും. അങ്ങനെ ആൻസർ അറിയാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ത്? 3/4. ആൻസർ അറിയാം എന്നതിനുള്ള പ്രോബബിലിറ്റി 3/4ഉം ആൻസർ ഗസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. ദെൻ ആ സ്റ്റുഡന്റിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ ആ കുട്ടി ഗസ് ചെയ്തു. ആ ഗസ് ചെയ്ത ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4 ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് ആ കുട്ടിക്ക് അറിയുകയും അത് കറക്റ്റ് ആവുകയും ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താണ്? ഗിവൺ ആയിട്ടുള്ള സംഭവം എ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? he answered correctly. either he guesses or he know the answer. അപ്പോ നമ്മൾ എന്ത് എഴുതും? എ എന്ന് പറയുന്നത് ആൻസേർഡ് കറക്റ്റ്ലി. ഓക്കെ, ദെൻ രണ്ട് പ്രോബബിലിറ്റീസ് എന്താണ്? ഈവൺ ഒന്നെങ്കിൽ കുട്ടിക്ക് ആൻസർ അറിഞ്ഞിട്ടാണ് ആൻസർ കറക്റ്റ് ആയത്, അല്ലെങ്കിൽ ആൻസർ ഗസ് ചെയ്തതാണ്. അപ്പൊ ഈവൺ എന്ന് പറഞ്ഞാല് നോ ദ ആൻസർ അറിയാം. E2 എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്താണ്? ഗസ്സസ് ദ ആൻസർ.
ഓക്കെ. അപ്പൊ നമുക്ക് ബേസ് തിയറും പ്രകാരം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? പി ഓഫ് ഈവൻ, അതായത് കുട്ടിക്ക് ആൻസർ അറിയാം, ചെയ്ത ആൻസർ കറക്റ്റും ആണ്, അതിനുള്ള പ്രോബിലിറ്റി നമ്മോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആൻസർ അറിയാം എന്നുള്ളത് എന്താണ്? പി ഓഫ് ഈവൺ ആണ്. അപ്പൊ പി ഓഫ് ഈവൺ ഗിവൺ, ആൻസർ അറിഞ്ഞിട്ട് ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പി ഓഫ് ഈവൺ ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ഈവൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈവൺ divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. Okay. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി ഓഫ് E1 എന്ന് പറഞ്ഞാല് ആൻസർ അറിയും എന്നതിനുള്ള പ്രോബിലിറ്റി പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുണ്ട്? 3/4 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ പി ഓഫ് E1 നമുക്ക് എന്ത് എഴുതാം? 3 പി ഓഫ് E1 എന്ന് പറഞ്ഞാല് 3/4 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാല് ആൻസർ നോ ചെയ്യാം. സോ അത് ആൻസർ അറിയാലോ. സോ എന്തായാലും ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അതാണ് E1 എ ഗിവൺ E1. ആൻസർ അറിഞ്ഞിട്ട് കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1 ആയിരിക്കും. അറിയെങ്കിൽ പിന്നെ നമ്മൾ ആൻസർ തെറ്റിക്കൂലല്ലോ. സോ പി ഓഫ് E1 ഡിവൈഡഡ് ബൈ പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു 1 പ്ലസ് പി ഓഫ് E2 എന്ന് പറയുന്നത് എന്താണ്? ആൻസർ അറിയാത്തതിനുള്ള പ്രോബിലിറ്റി എന്താ? 1/4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ പി ഓഫ് E2 എന്ന് പറയുന്നത് 1/4. ദെൻ പി ഓഫ് എ ഗിവൺ E2, അതായത് ആൻസർ ഗസ് ചെയ്ത ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/4 ആണെന്ന്. സോ 1/4 ഇൻറ്റു 1/4. അപ്പം 3/4 ഇൻറ്റു 1 എന്താ? 3/4 ഡിവൈഡഡ് ബൈ ഈ ടേമിൽ നോക്കിയേ, രണ്ട് ടേമിലും എന്തുണ്ട്? 1/4 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ രണ്ട് ടേമിന്നും 1/4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1/4 ഇൻറ്റു 3/4 ഇൻറ്റു 1 3/4 ആണ്. ആ 3/4 1/4 പുറത്തേക്ക് എടുത്താൽ അവിടെ ബാക്കി 3 ഉള്ളൂ. 3 പ്ലസ് 1/4 ഈ ഇവിടെ 1/4 2 ഇൻറ്റു 1/4 2 ഇൻറ്റു 1/4 അല്ല, 1/4 ഇൻറ്റു 1/4 ആണ്. 1/4 ഇൻറ്റു 1/4 1/4 പോയ ബാക്കി 1/4. അപ്പോൾ ഈ 1/4 ഈ 1/4 കൂടി ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉണ്ടാവുക? ന്യൂമറേറ്ററിൽ 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തേ ഉള്ളൂ? 3 പ്ലസ് 1/4. 3 പ്ലസ് 1/4 എന്താ? 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4. മുകൾക്ക് എഴുതരാം. 3 divided by 3 plus 1/4. So 3 divided by 3 into 4, 12. 3 into 4, 12. 1 into 1 plus 1 divided by 1 into 4. 4. So 3 divided by 12 plus 1 എത്രയാണ്? 13 അല്ലേ? 13 divided by 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോ
equal to 3 into 4 divided by 13. 3 into 4 എന്താണ് 12. 12 divided by 13. ആൻസർ എന്താ 12 by 13. ഓക്കെ. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് എന്താക്കി എടുത്തു? എ എന്ന് പറയുന്നത് ആൻസർ ഈസ് ആൻസേർഡ് കറക്റ്റ്ലി. ദെൻ E1 എന്ന് പറയുന്നത് നോ ദ ആൻസർ. E2 പറയുന്നത് ഗസ്സസ് ദ ആൻസർ. നോ. ദെൻ നമുക്ക് ബേസ് തിയറി പ്രകാരം തിയറത്തിൽ എന്താ പറയുക? P of E1 given A1 equal to P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. Then P of E1 3/4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P of A given E1 എന്ന് പറഞ്ഞാൽ ആൻസർ അറിഞ്ഞിട്ട് ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് 1 ആണ്. So into 1 divided by same 3/4 into 1. Then P of E2 പറയുമ്പോൾ ആൻസർ ഗസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/4 ആണ്. ക്വസ്റ്റ്യനിൽ തന്നതാണ്. P of A given E2 എന്ന് പറഞ്ഞാൽ ആൻസർ ഗസ് ചെയ്ത് ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി 1/4 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എന്ത് കിട്ടി? 3/4. ഇവിടെ രണ്ട് ടേമിലും 1/4 കോമൺ ആയതുകൊണ്ട് 1/4 കോമൺ ആയി പുറത്തെടുത്തു. ദെൻ ഇവിടെ 1/4 പുറത്തെടുത്താൽ ബാക്കി 3, ഇവിടെ 1/4 പുറത്തേക്ക് എടുത്താൽ ബാക്കി 1/4 ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/4 into 1/4 into 3 plus 1/4 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 13/4 എന്ന് എഴുതാം. സോ ന്യൂമറേറ്ററിലുള്ള 1/4 ഡിനോമിനേറ്ററിലുള്ള 1/4 ക്യാൻസൽ ആയി. ദെൻ നമുക്ക് എന്ത് കിട്ടി? 3/13/4 എന്നാണ്. 13/4. സോ നമ്മൾ അതിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 into 4/13. 3 into 4 12 ആണ്. ദെൻ ആൻസർ ഈസ് 12/13. Then next question. There are 3 coins. One is a 2-headed coin, another is a biased coin that comes up head 75% of the time. And the third is an unbiased coin. One of the 3 coin is chosen at random and tossed. It shows heads. What is the probability that it was unbiased coin? 3 coins ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് biased ആണ്. ഫസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് 2-headed ആണ്. ദെൻ അനദർ കോയിൻ എന്ന് പറയുന്നത് ബയാസ്ഡ് ആണ്. ആ ബയാസ്ഡ് കോയിനിൽ ഹെഡ് വരാനുള്ള ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 75% ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അൺബയാസ്ഡ് കോയിൻ ആണ്. അത് ഈ 3 കോയിനിൽ നിന്നും ഒരു കോയിൻ നമ്മൾ ചൂസ് ചെയ്തു, അത് ടോസ് ചെയ്തു. ദെൻ അത് ഹെഡാണ് റിസൾട്ട് കിട്ടിയത്. ദെൻ ആ ടോസ് ചെയ്തിട്ടുള്ള കോയിൻ അൺബയാസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യുക? അപ്പോ നമുക്ക് ചെയ്ത് നോക്കാം. എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ഈസ് അപ്പിയർഡ്. അതാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഹെഡ്
ഹെഡ് അപ്പിയർഡ്. E1 എന്ന് പറയുമ്പോൾ എന്താണ്? കോയിൻ അൺബയാസ്ഡ് ആണ്. E2 എന്താണ്? കോയിൻ ടു ഹെഡഡ് ആണ്. then E3 എന്ന് പറയുന്നത് എന്താണ്? കോയിൻ ബയാസ്ഡ് ആണ്. ഓക്കെ, then ബേസ് തിയറം വെച്ചിട്ട് ഇക്വേഷൻ എഴുതുക. ബേസ് തിയറത്തിൽ എന്താ പറഞ്ഞത്? നമ്മളോട് എന്താ ചോദിച്ചത്? അൺബയാസ്ഡ് ആവാനുള്ള കണ്ടീഷൻ ആണ്. ഹെഡ് അപ്പിയർ ചെയ്തു, ദെൻ ഹെഡ് അപ്പിയർ ചെയ്തത് അതൊരു അൺബയാസ്ഡ് കോയിൻ ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന ക്വസ്റ്റ്യൻ. സോ പി ഓഫ് ഇ ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 divided by P of E1 into P of A given E1 plus P of E2 into P of A. എന്താണ്? P of E1 into P of A given E1 sorry. ബേസ് തിയറം പ്രകാരം ഇക്വേഷൻ എങ്ങനെ വരിക? P of A given E1 P of ഇപ്പൊ എന്താണ് നമുക്ക് ഇക്വേഷന്? P of E1 given A equal to P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2 plus P of E3 into P of A given E3. So equal to P of E1 എന്താണ്? E1 നമുക്കറിയാം 1/3 ആണ്. 3 കോയിൻസ് ആണല്ലോ ഉള്ളത്. 1/3 into P of A given E1. A given E1 എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആണ്. അൺബയാസ്ഡ് പറഞ്ഞാൽ ഒരു അൺബയാസ്ഡ് കോയിന് ഹെഡും ടൈലും ഉണ്ടാവും. എന്താ നമ്മൾ സാധാ കോയിന്. അപ്പോൾ അതിൽ എന്ന് പറയുന്നത് 1/2 ആണ് ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ P of സെയിം 1/3 into 1/2 എന്താണ്? P of E1 into P of A given E1. then P of E2 എന്താണ്? P of E2 1/3 ആണ്. നമുക്ക് E2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പ്ലസ് P of E2 1/3 P of E2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? 2 ഹെഡഡ് ആണ്. 2 ഹെഡഡിൽ ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ 1/3 into 1 പ്ലസ് P of E3 പറയുമ്പോൾ 1/3 P of A given E3. A given E3 പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബയാസ്ഡ് കോയിൽ 75% ആണ് ഹെഡ് വരാനുള്ള ഇത് പ്രോബിലിറ്റി. അപ്പൊ നമുക്ക് 75% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 75% എന്ന് പറഞ്ഞാൽ 75 ഡിവൈഡഡ് ബൈ 100. 75 ഡിവൈഡ് ബൈ 75 എന്തുണ്ട്? 3 25. 3 into 25 divided by 4 into 20. 100 425 ആണുള്ളത്. അപ്പോൾ 3/4 എന്ന് എഴുതാം 75%. അപ്പോൾ നമുക്ക്
പി ഓഫ് എ ഗിവൺ E3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താ 3/4 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് എന്ത് വന്നു 1/3 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിക്കേ എല്ലാ ടേമിലും എന്താണ് 1/3 കോമൺ ആണ്. ഈ ടേമിൽ 1/3 ഉണ്ട്, ഈ ടേമിൽ 1/3 ഉണ്ട്, ഈ ടേമിൽ 1/3 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം 1/3 കോമൺ ആയിട്ട് എടുക്കാം. 1/3 ഇൻറ്റു 1/2 പ്ലസ് 1 പ്ലസ് ഇവിടെ 1/2 ബാക്കി ഉണ്ടാവും, ഇവിടെ 1 ബാക്കി ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും 3/4 ബാക്കി ഉണ്ടാവും. 3/4. ഓക്കെ, അപ്പോൾ 1/3യും 1/3യും ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ട് 1/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 എന്താ 3/2 അല്ലേ? 3/2 അങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 പ്ലസ് 2 ഡിവൈഡ് ബൈ 2. 2 പ്ലസ് 1 3 ഡിവൈഡ് ബൈ 2 3/2 പ്ലസ് 3/4. ഓക്കെ, അപ്പം എന്ത് ചെയ്യും then എന്തെഴുതാ 1/2 ഡിവൈഡഡ് ബൈ, രണ്ട് ടേമിൽ എന്തുണ്ട് 1/2 കോമൺ ആണ്. 1/2 പുറത്തെടുത്തു, ഇവിടെ 3 ബാക്കി ഉണ്ടാവും. 3 പ്ലസ് ഇവിടെ എന്തുണ്ടാവും 3/2. 4ന്ന് 2 പോയാൽ എന്തുണ്ടാവും 3/2 ബാക്കി ഉണ്ടാവും. 1/2 1/2 ക്യാൻസൽ ആയി. then നമുക്ക് എന്ത് കിട്ടി 1/3 പ്ലസ് 3/2. 3 പ്ലസ് 3/2 എന്താ 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. എന്ത് വന്ന് 1/3 പ്ലസ് 2 6, 3 പ്ലസ് 1 3. അപ്പോൾ 6 പ്ലസ് ഇത് 3 ഇൻറ്റു 2 എന്താ 6, 3 ഇൻറ്റു 1 എന്താ 3. അപ്പോൾ 6 പ്ലസ് 3 എത്രയാണ് 9 ഡിവൈഡഡ് ബൈ എന്തുണ്ട് 2 ഉണ്ട്. ആൻസർ എന്ത് കിട്ടി മുകളിലേക്ക് പോകുമ്പോൾ 2/9. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞേ? ക്വസ്റ്റ്യനിൽ 3 കോയിൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ബയാസ്ഡ് ആണ്. ബയാസ്ഡ് കോയിനില് ഹെഡ് കാണിക്കാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ഇതെന്ന് പറയുന്നത് 75 ആണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് 2 ഹെഡഡ് കോയിൻ ആണ്. ദെൻ തേർഡ് എന്ന് പറയുന്നത് അൺബയാസ്ഡ് കോയിൻ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്ത് A1 ആക്കിയിട്ട് എന്തെടുത്തു നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് പിക്ക് ചെയ്തത് ടോസ് ചെയ്തപ്പോൾ കിട്ടിയത് ഹെഡ് ആണ് എന്നുള്ളത് A1 എഴുതിയെടുത്തു. E1 എന്ന് പറയുന്നത് കോയിൻ, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് ഹെഡ് കിട്ടിയത് അൺബയാസ്ഡ് കോയിൻ ആണ് എന്നുള്ളതാണ് പ്രോബിലിറ്റി. അതിനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ E1 എന്ന് പറയുന്നത് കോയിൻ അൺബയാസ്ഡ് ആണെന്ന് എടുത്തു. E2 എന്ന് പറയുന്നത് കോയിൻ എന്ന് പറയുന്നത് 2 ഹെഡഡ് ആണെന്ന് എടുത്തു. E3 എന്ന് പറയുന്നത് കോയിൻ ബയാസ്ഡ് ആണെന്ന് എടുത്തു. ഓക്കെ, സോ E1 P of E1 എന്താണ്? P of E1 എന്ന് പറയുമ്പോൾ 1/3. P of A given E1 എന്ന് പറയുമ്പോൾ അൺബയാസ്ഡ് കോയിനിൽ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ് 1
സോറി, ഇക്വേഷൻ ആദ്യം പി ഓഫ് ബയസ് തിയറം പ്രകാരം പി ഓഫ് ഈവൺ ഗിവൺ എ, ഈവൺ ഗിവൺ എ എന്ന് പറഞ്ഞാൽ കിട്ടിയ ഹെഡ് എന്ന് പറയുന്ന ഹെഡ് കിട്ടി. സോ അതൊരു അൺബയാസ്ഡ് കോയിൻ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ വൺ ഡിവൈഡഡ് ബൈ എന്ത് പി ഓഫ് ഇ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ടു പ്ലസ് പി ഓഫ് ഇ ത്രീ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ത്രീ. ഓക്കെ, ഇപ്പൊ പി ഓഫ് ഇ വൺ എന്താണ് 1/2 ആണ്. അൺബയാസ്ഡ് കോയിൻ ആയതുകൊണ്ട് ഹെഡ് ഷോ ചെയ്യാനുള്ള ഇല്ലെങ്കിലും ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി അൺബയാസ്ഡ് ആയതുകൊണ്ട് 1/2 ആണ്. സോ then same numerator same time തന്നെ താഴെ 1/3 into 1/2 p of e1 p of a given e1 then p of e2 1/3. നമുക്കറിയാം e2 എന്ന് പറഞ്ഞാൽ 2 headed ആയിട്ടുള്ള കോയിൻ ആണ്. 2 headed ആയിട്ടുള്ള കോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1 ആണ്. ഷുവർ പ്രോബിലിറ്റി ആണത്. ഷുവർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1. പ്രോബിലിറ്റിന്റെ മാക്സിമം വാല്യൂ പറയുന്നത് എന്താണ്? 1. അതായത് എന്തായാലും ഒക്കർ ചെയ്യും, ഷുവർ ആണ് ഇവന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ 2 ഹെഡഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് വരിക എന്നുള്ളത് എന്താണ്? ഷുവർ ആണ്. സോ പി ഓഫ് എ ഗിവൺ E2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദെൻ പി ഓഫ് E3 1/3 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് E3 നമ്മൾ എന്താണ് ബയാസ്ഡ് ആയിട്ട് എടുത്തത്. ബയാസ്ഡിൽ എന്താണ് 3/4 വരാനുള്ളത്, അത് 75% ഹെഡ് ആണ് ഷോ ചെയ്യുക എന്ന് പറഞ്ഞു. സോ 75%ന് 75/100 എന്നുള്ളതിന് നമ്മൾ എന്ത് എഴുതി? 3/4 എന്ന് എഴുതി. സോ നമുക്ക് ഈ ടേമിൽ പി ഓഫ് E3 ഗിവൺ എ ഗിവൺ അല്ല സോറി എ ഗിവൺ E3 3/4 ആണ് തന്നു. സോ നമുക്ക് എന്താണ് 1/3 into 1/2. ഇവിടെ 3 ടേമിൽ എന്താണ് 1/3 കോമൺ ആണ്. താഴെ ന്യൂമറേറ്ററിൽ 1/3 കോമൺ ആയിട്ട് എടുത്തു. സോ മുകളിലെയും താഴെയും 1/3 ക്യാൻസൽ ആയി. സോ ബാക്കി 1/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 3/4. 1/2 ഇവിടെ ഈ രണ്ട് ഡിനോമിനേറ്ററിൽ ഇപ്പൊ എന്ത് വന്നു? ഇവിടെ ഒരു 1/2 ഉണ്ട്, ഈ ടേമിൽ ഒരു 1/2 ഉണ്ട്. സോ 1/2 കോമൺ ആക്കി എടുത്തു. ദെൻ ന്യൂമറേറ്ററിലെ 1/2 ഡിനോമിനേറ്ററിലെ 1/2 ക്യാൻസൽ ആയി. സോ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? 1/3 പ്ലസ് 3/2 വന്നു. 3 പ്ലസ് 3/2 എന്ന് പറഞ്ഞാൽ 9/2 എന്ന് പറഞ്ഞു. 9/2 എന്താണ്? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതിനെ നമ്മൾ തിരിച്ചിടുമ്പോൾ എന്തായി? നമുക്ക് 2/9 ആയി. ആൻസർ 2/9. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.